എളുപ്പത്തിൽ എങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന രീതികളുണ്ട് ഇതൊക്കെ. ഞാൻ വലിയ ഷെഫൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. ഒരു 5-8 സവാള ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് വേപ്പില, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ചതച്ച് വെച്ചേക്കുന്നതാണ്, പിന്നെ മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ മെയിനായിട്ടുള്ള സംഭവം ചിക്കൻ. ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴിയാണ്ട് വെച്ചേക്കണത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബിരിയാണി പോട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത് ചിക്കൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് ഓയിലാണ് ഇതിൽ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള എല്ലാം നമുക്ക് അതിലിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഒന്നും മാറ്റി വയ്ക്കില്ല, കംപ്ലീറ്റ് ആയിട്ട് അതിലിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഇത് വന്നതിന് ശേഷം ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്ന ബുദ്ധിമുട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത് കേട്ടോ. അതെന്താണെന്ന് പറഞ്ഞാൽ പച്ചമുളക്, ഇതൊക്കെ വഴന്ന് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇഞ്ചി, ഇങ്ങനെയുള്ള ഐറ്റംസ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കും. അപ്പോൾ അത് പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. വെളുത്തുള്ളി ഒന്നും ആദ്യം ഇട്ട് കൊടുക്കൂല കേട്ടോ. അതെന്താണെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞ് വന്നോണം വരൂലേ, അതുകൊണ്ടാണ് അത് ആദ്യം ഇടാത്തത്. അത് കഴിഞ്ഞ് മല്ലിയില, ഇപ്പോഴാണ് വെളുത്തുള്ളി ഇട്ടത്. വേപ്പില, തക്കാളി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇടുന്നില്ല, കുറച്ച് സാലഡ് ഉണ്ടാക്കാൻ എനിക്ക് വേണം. അപ്പോൾ എല്ലാവരും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ നമുക്കതെല്ലാം വഴന്ന് വന്നതിന് ശേഷം മാത്രം പൊടികൾ ഇട്ടാൽ മതി. നന്നായിട്ട് വഴന്ന് വരട്ടെ. ഇപ്പോൾ ഒരു വിധമായി തുടങ്ങിയിട്ടില്ലേ. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാല ഒരു ടീസ്പൂൺ ഇടാം. ഇത്രയും സംഭവങ്ങളെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം പോണവരെ വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് കഴുകി വെച്ചേക്കുന്ന ചിക്കൻ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് വേവും തോറും ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതിൽ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാനതൊന്ന് എടുത്ത് നോക്കിയില്ല എങ്ങനെ ഇട്ടെന്ന് അറിയാനായിട്ട്. പക്ഷെ ഒന്നും ആയിട്ടൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഒന്നും കൂടി ഇളക്കിയിട്ട് ഞാൻ അതുപോലെ തന്നെ അങ്ങോട്ട് മൂടി വെച്ചു. ഇപ്പോൾ നന്നായിട്ട് വേവായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. നല്ലോണം എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇപ്പോൾ ഒക്കെ നോക്കിക്കഴിഞ്ഞ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഈ പാത്രം കണ്ടാലും ഞെട്ടണ്ട, ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. കരിഞ്ഞു പോയേക്കുന്നതാണ്, വേറെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. പിന്നെ വീഡിയോ എടുക്കുക എന്താണ് ഇങ്ങനെ ഇരിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പോയി 2 മൊബൈലിൻ്റെ വെളിച്ചത്തിലാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ കറുകപ്പട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വഴന്നതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അതൊരു 2 മിനിറ്റ് ഞാനൊന്ന് ഇളക്കിയതിന് ശേഷം മാത്രമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം അതൊക്കെ തിളച്ച് വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് അങ്ങോട്ട് വെള്ളം വറ്റി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നന്നായിട്ട് വെള്ളം വറ്റി. അപ്പോൾ ക്യാരറ്റും കൂടി ഇട്ടതിന് ശേഷം മാത്രം മൂടി വയ്ക്കാം. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നാൽ മതി കേട്ടോ. അപ്പോൾ അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് തുറന്ന് നോക്കി. ഒരു കയ്യിലെന്തെങ്കിലും എടുത്തൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. നമുക്ക് നല്ല പൂ പോലുള്ള ചോറെന്ന് പറഞ്ഞാൽ ഇതാണ് പൂ പോലുള്ള ചോറ്. നല്ല അടിപൊളിയല്ല, കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ ഒരു ഭംഗിയില്ലേ. ഇനി എൻ്റെ അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. ഞാൻ ആ വേവിച്ച് വെച്ചേക്കണം ചിക്കൻ്റെ പാത്രം എടുത്തിട്ടാ ബിരിയാണി പോട്ട് എടുത്ത് ഞാൻ ആ ചോറ് മൊത്തം അതിൻ്റെ മുകളിലാണ്. ഇങ്ങനെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം. ഞാൻ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ചോറ് അതിലേക്ക് ഇട്ട് മൂടി വെച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് ഞാൻ അങ്ങനെ തന്നെ വച്ചു. അത് കഴിഞ്ഞ് മൂടി തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഒരു സൈഡിൽ നിന്ന് ഇളക്കി എടുക്കാം. ഇത് പോണം ചോറും ആ ചിക്കൻ എല്ലാവരും കൂടി അങ്ങനെ ഇളക്കി ഞാനൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണ്ട ബിരിയാണിയുടെ ഒരു ഇതായിട്ട് ഞാനിപ്പോൾ തന്നെ തിന്നാൻ പോകണ്ട. ഞാൻ സാലഡ് ഇടുന്നു, അച്ചാറിട്ട് ഞാനൊന്ന് ഇപ്പം തന്നെ അങ്ങോട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഇടുന്ന അറിയാമല്ലോ. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണെന്ന് പറയാം. ഇത് തിന്നായി എനിക്ക് അടിപൊളി ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയില്ല. അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഞാനിങ്ങനെ വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പോൾ കറണ്ട് വന്ന് ഞാൻ ആ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ നിലക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടത്
കണ്ടോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ.